ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്നും വെറും 350 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടിരുന്നു. നമുക്കിനിയിപ്പോ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം ഒന്ന് പറയാം. അപ്പോഴേക്ക് നിങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് ഇതിന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒന്ന് കണ്ടോളൂ. ഞാൻ പറഞ്ഞിരുന്നു മഞ്ഞുമൽ ഹോസ്പിറ്റലിലേക്ക്, അതായത് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് വെറും 350 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലേക്ക് നോക്കുവാണെങ്കിൽ 4.3 കിലോമീറ്ററും ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള റോഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ്, ഒരുപാട് നൈബേഴ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീടിനെ മതിലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായ ഒരു എലവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ബോക്സി ഷേപ്പ് ആണെങ്കിൽ പോലും കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് ഏറ്റവും ടോപ്പ് പോർഷനിൽ നോക്കിയാൽ ചെറിയൊരു എ ഷേപ്പിൽ ചെയ്തിരിക്കുന്നത് കാണാം. വീട് കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ഗ്ലാസുകളൊക്കെ നോക്കിയാൽ കാണാം നല്ല ഡിസൈനോട് കൂടിയ ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ബാൽക്കണിയിലും അതോടുകൂടി അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റൂഫും അതിന് താഴെയുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയെല്ലാം നിങ്ങൾക്ക് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.5 സെന്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ഗേറ്റ് തുറന്നു നേരെ വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. വരുന്ന സമയത്ത് ഇവിടുത്തെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് മുറ്റം കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ആവശ്യത്തിന് മാത്രമുള്ള പോർഷനുകളിലാണ് സ്ക്വയർ ഷേപ്പിൽ ഗ്രാസ് പിടിപ്പിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്നത് പോലെ നിറയെ ഗ്രാസ് വിരിക്കല്ല, ആ ചില പോയിന്റുകളിൽ മാത്രമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ നമ്മൾ കടന്നു വരുന്നത് ഇവിടുത്തെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. നമ്മുടെ ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. 2 പില്ലറുകൾ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ഡിസൈനുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരുന്നു. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാറ് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ സൈഡിലൂടെ നമുക്കൊരു വഴി ബാക്ക് സൈഡിലേക്ക് പോകുന്നുണ്ട്. അത്യാവശ്യത്തിന് നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള ആ വഴിയെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ മിസ്സി ആയിട്ട് കിടക്കുന്നത് കാണാം. വീടിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് വർക്കുകളും കൂടി നമുക്ക് ഫിനിഷിങ്ങിനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അകത്ത് കാണുമ്പോഴും ചില റൂമുകളിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു വീട് വർക്ക് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളൊന്നും റിമൂവ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ കിണർ കാണാൻ പറ്റുന്നത്. നല്ല റൗണ്ടിലുള്ള ഒരു വലിയ കിണർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിണറിന്റെ സൈഡിലൂടെയുള്ള ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡിലൂടെ നേരെ ബാക്ക് സൈഡിലേക്ക് പോകാവുന്നതാണ്. നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ നമുക്ക് നടന്നു പോകാനുള്ള വാക്ക് വേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പൊ വീടിന്റെ 2 സൈഡിലൂടെയും നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാൻ വിട്ടിട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോർ നോക്കിയാൽ കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 2 ചെയറുകൾ ഇടാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ LED സ്ട്രിപ്പുകളും ഷോ ലൈറ്റും ഒക്കെയാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്.
വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കട്ട്ലയെല്ലാം വന്നിട്ട് അഞ്ഞിലിയിലും ഡോറുകളൊക്കെ വന്നിട്ട് മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. രണ്ടായിട്ട് തുറക്കാവുന്ന ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിൽ വരുമ്പോൾ തന്നെ കുറച്ച് കാർട്ടൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു വർക്ക് കഴിഞ്ഞതിന്റെ സാധനങ്ങളൊന്നും റിമൂവ് ചെയ്യാത്തത് കൊണ്ടാണ്. നമുക്ക് ഈ ഒരു മെയിൻ ഡോർ നിങ്ങൾ കണ്ടു, അതിനടുത്തായിട്ട് തന്നെ നമുക്കൊരു വിൻഡോ അവിടെ കിട്ടുന്നുണ്ട്. ഫ്രഞ്ച് മോഡൽ ഒരു സിംഗിൾ വിൻഡോ ആയിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ നല്ല വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ ആണെങ്കിലും ചെറിയൊരു ഡിസൈനും കൂടി അതിനകത്ത് ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് മെർജ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വോള് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, രണ്ട് വോളും കംപ്ലീറ്റ് ആയിട്ട് തന്നെ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിന്റെ ഭിത്തി ഒന്നും അഴുക്കാവുന്നുള്ള പേടി വേണ്ട. ഏറ്റവും കൂടുതൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യുന്ന ഏരിയ ഇതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഭിത്തിയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ അഴുക്കാവുന്ന പ്രശ്നമൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ സ്വിച്ചസും കേബിളൊക്കെ നോക്കുവാണെങ്കിൽ ആങ്കറിലും വി ഗാർഡിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. DBയുടെ ഒക്കെ വർക്കുകൾ നമുക്ക് അതിനെ കവർ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. കുറച്ച് വർക്കുകളും കൂടിയാണ് ഇവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ്. CNC കട്ടിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ എല്ലാം തന്നെ മൾട്ടിവുഡിൽ നല്ല PVC ലാമിനേഷനോട് കൂടിയിട്ട് ഗ്ലോസി ആയ മെറ്റീരിയൽ ഇട്ടിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TV വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ്ങിൽ ഇരിക്കുമ്പോഴും ലിവിംഗിൽ ഇരിക്കുമ്പോഴും നമുക്ക് റിവോൾവ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്നും കാണാവുന്നതാണ്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെയൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ ഡോറൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വിസിബിൾ ആണ്. സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലും ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ് ചെയ്തിരിക്കുന്നത്. ഒരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയിൽ നമുക്ക് വേറെ കാണേണ്ടത് റൂഫ് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗങ്ങളെല്ലാം ഡബിൾ ഹൈറ്റഡ് ആണ്. അവിടെ നോക്കിയാൽ കാണാം മുകളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ തന്നെയാണ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു വോള് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള 2 കളർ ചേഞ്ചിങ് വരുന്ന ഷോ ലൈറ്റ് വരുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. സ്റ്റെപ്പിന്റെ താഴെ വരുന്ന ഭാഗങ്ങളെല്ലാം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ബാക്ക് സൈഡിൽ PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ തന്നെയാണ് വരുന്നത്. നല്ല ബ്ലാക്ക് കളറുള്ള സിസ്റ്റമാണ് വാഷ് ബേസിനായിട്ട് വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലുമാണ് അത് മാച്ച് ആയിട്ട് വെച്ചിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. ബാക്കി ഏരിയാസ് എല്ലാം തന്നെ വൈറ്റ് കളർ ടൈല് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ LED സ്ട്രിപ്പുകൾ 2 റോയിൽ കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രമുള്ള വലിയ ബൾബുകളും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകൾ നോക്കുവാണെങ്കിൽ നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഡൈനിങ് സ്പേസിലേക്ക് വന്നു. ഇവിടെയായിട്ട് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമിലേക്ക് പോകുന്ന ആ ഒരു വഴിയുള്ള വോള് നിങ്ങൾ നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇവിടെയും PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ വർക്ക് കഴിഞ്ഞതിന്റെ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഈ ഒരു ബെഡ്റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ്റൂം നിങ്ങൾ കാണുമ്പോൾ നിറയെ മെസ്സി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു സൈഡ് വോളിൽ 2 സിംഗിൾ വിൻഡോസും സ്ട്രേറ്റ് കാണുന്ന ആ ഒരു വോളിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ റൂഫിലൊക്കെ ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആ വുഡൻ ഡിസൈനും കളറും ഒക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സൊമാനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വോളിലൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും സൈഡിലും നമ്മുടെ ഫ്ലോറിലൊക്കെ വന്നിട്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഈ ഫ്ലോറിൽ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 16x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്.
നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വോളിൽ ഇവിടെ 2 വിൻഡോസ്, തൊട്ടടുത്തായിട്ട് അവിടെ വേറെയും 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഇതൊരു വലിയ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നല്ല വെന്റിലേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം ഓരോരോ പാർട്ടായിട്ടാണ് ചെറിയ വർക്കുകൾ വരുന്നത്. എങ്കിൽ പോലും ആവശ്യത്തിന് മാത്രം സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് വർക്കുകൾ വരുന്നത്. നല്ല വൈറ്റ് കളറിലുള്ള LED സ്ട്രിപ്പും ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് ഇതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് ചെറിയൊരു പാസേജ് പോലെ കാണാം. ആ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വോളിലൊക്കെ ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലാണെങ്കിലും ഗ്രേ കളർ വരുന്ന ടൈലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും കണ്ടതിന് ശേഷം നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വരികയാണ്. ഇത് നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെ ഭാഗത്തൊക്കെ നിറയെ CNC കട്ടിങ്ങിന്റെ വർക്കുകൾ വരുന്നുണ്ട്. കിച്ചന്റെ ഓപ്പൺ കൗണ്ടർ വന്നിട്ട് നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് ആ വുഡൻ ഫിനിഷോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ്സും അതിന്റെ എൻട്രൻസിൽ കൊടുത്തിട്ടുണ്ട്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന വലിയൊരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. 3 വിൻഡോസ് നിങ്ങൾക്ക് അവിടെ കാണാം. അതുകൂടാതെ ഈ സൈഡിലായിട്ട് 2 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ നിറയെ 3 ലെയറിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ഭാഗത്ത് 3 ലെയറിലും താഴെ ഒരു ലെയറിലും ടോട്ടൽ 4 ലെയറുകളായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. മുകളിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു പ്രൊജക്ഷൻ വന്നിട്ട് അതിനകത്ത് ചെറിയൊരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു സൈഡിൽ വിസിബിൾ ആണ്. കിച്ചന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന ഓപ്പൺ സ്പേസ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. ഇപ്പോൾ ആ ഒരു സ്പേസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. വന്ന വഴി നോക്കുവാണെങ്കിൽ 2 ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. കയറി വന്ന വഴിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങി നോക്കുവാണെങ്കിൽ റൂഫുകളിലൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടും ആവശ്യത്തിന് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ വന്നിരിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. വലിയൊരു ഹാള് തന്നെയാണെന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടുത്തെ മെയിൻ ഏരിയാസിലൊക്കെ ഓപ്പൺ ഏരിയാസിലൊക്കെ ഈ ഒരു ടൈലും ബെഡ്റൂംസിലൊക്കെ വന്നിട്ട് കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ടൈലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പ്ലെയിൻ ഷെയ്ഡും ബെഡ്റൂമിനകത്തൊക്കെ വൈറ്റ് ആൻഡ് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കൂടി വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വന്നിരിക്കുന്ന ഈ ഒരു വലിയ ഹാളിന്റെ ഈ ഒരു എൻഡ് പോർഷനിലായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടൊരു യൂണിറ്റ് ആണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. സൈഡുകളിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും താഴെ കവേർഡ് ആയിട്ടുള്ള ഷെൽഫുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കയറി വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഈ ഭാഗത്തായിട്ടൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഇത് ഇവിടുത്തെ യൂട്ടിലിറ്റിയിലേക്കുള്ള ഡോറാണ്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റൂം പോലെ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സെർവന്റിന്റെ റൂം ആയിട്ട് ഒരു ഗസ്റ്റ് വന്നാൽ ഒരു സമയം നമുക്ക് കിടക്കാനൊക്കെ ആയിട്ട് ഈ റൂം കൊടുക്കാവുന്നതാണ്. റൂഫിന്റെ മിഡിൽ പോർഷനിലായിട്ട് ചെറിയൊരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. ഫാനിനുള്ള പ്രൊവിഷൻ എല്ലാം തന്നെ അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് വരുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, സ്റ്റെയർ കേസ് ആണ്. ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം കണ്ടത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടിരുന്നു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ 13-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് 3 വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഇതുപോലെ ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിൽ ബോർഡർ ലൈനുകളായിട്ട് LED സ്ട്രിപ്പുകളും ഇടയ്ക്ക് ചെറിയ LED ബൾബുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ആ ഒരു വുഡൻ കളർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡ്രസ്സിംഗ് ടേബിൾ ഒന്നിച്ച് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുമ്പോൾ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനും ഫ്ലോറിലൊക്കെ വന്നിട്ട് ബ്ലൂ കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം എടുത്തു പറയേണ്ടതാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ബാത്റൂമാണ്. ഒരു വലിയ ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്.
താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടിരുന്നു 16x10 ഫീറ്റിൽ. അതിന്റെ സെയിം തന്നെയാണ് മുകളിലും വരുന്നത്. വലിയൊരു ബെഡ്റൂമാണ്. 16x10 ഫീറ്റിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് 3 വിൻഡോസും ഈ കാണുന്ന വോളില് 2 സൈഡിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് വെച്ചിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കുകളും LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ആ ഒരു പാറ്റേണിലുള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതിനോടൊപ്പം നമുക്ക് ഡ്രസ്സിംഗ് ടേബിള് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഡിസൈൻ ഉള്ളൊരു ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഫെസിലിറ്റി നിങ്ങൾ നോക്കുവാണെങ്കിലും കാണാം, നല്ല ലെങ്തി ആയിട്ട്. ഇവിടുത്തെ ബാത്റൂമുകളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. എല്ലാം നല്ല വലിയ സൈസിൽ തന്നെയാണ് ബാത്റൂമുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ ഏകദേശം യൂണിഫോം മോഡലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ ഈ ഭാഗത്താണ് ഡോറ് വരുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു വിൻഡോയും കാണാവുന്നതാണ്. ബാൽക്കണി സ്പേസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ബാൽക്കണിക്കായിട്ട് ചെയ്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. താഴെ നിന്നുള്ള പില്ലറുകളുടെ കണ്ടിന്യൂഷൻ മുകളിലേക്ക് ടെക്സ്റ്റിൽ വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. മുകളിലൊക്കെ നോക്കിയാലും കാണാം LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. സൈഡെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലെല്ലാം ടഫിന്റെ ഗ്ലാസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്നും വെറും 350 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും എല്ലാം വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.5 സെന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2050 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി ഏരിയയോടും കൂടി കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,20,00,000 രൂപയാണ്. 1.20 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ അറേഞ്ച് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങളെ വിളിച്ചാൽ മാത്രം മതി. വീടൊന്ന് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഭംഗിയുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിന് വളരെ അടുത്താണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.